നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിങ് നോക്കാം. ഓക്കെ, ഇന്ന് എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ജസ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ബ്ലോക്കേജ് എന്താണ് നോക്കാം. എന്താണ് നിങ്ങളുടെ ഇടയിൽ തടസ്സമുള്ളത്? അത് ഏതെങ്കിലും പേഴ്സൺ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടോ എന്ന് നമുക്ക് പ്രത്യേകം ഒന്ന് ചെക്ക് ചെയ്യാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ആ രീതിക്ക് എടുക്കാം. അതായത് ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് മാത്രമല്ല, ആരെങ്കിലും പ്രോബ്ലമായിട്ട് തേർഡ് പാർട്ടി ആണോ ഇടയിൽ, അല്ലെങ്കിൽ എന്താണ് സിറ്റുവേഷൻ, എന്താണ് ആരെങ്കിലും അങ്ങനെ ഇടയിൽ നിങ്ങൾ തമ്മിൽ പ്രോബ്ലം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ആദ്യം നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഓക്കെ, ഐ തിങ്ക് ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അകൽച്ച കാണുന്നുണ്ട് എനിക്ക്. ഇത് ആവശ്യമില്ല, ജസ്റ്റ് ഓക്കെ. നിങ്ങൾ തമ്മിൽ ഒരു ചെറിയൊരു അകൽച്ച സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഈഗോ ഉണ്ടാവാം, ഈഗോ കോൺഫ്ലിക്ട്സ് വന്നിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിൽ. ചിലവർക്ക് ടോട്ടലി സിറ്റുവേഷൻ ചിലപ്പോൾ എൻഡായി പോയിട്ടുണ്ടാവും. നിങ്ങൾ തമ്മിൽ ഇനി റിലേഷൻ തന്നെ ഇപ്പോൾ തൽക്കാലം ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ആ രീതിക്ക് ആയിരിക്കാം. ടോട്ടൽ എൻഡ് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇവിടെ ഈഗോ കാരണം ഒരു ഇത് വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചെറിയൊരു സെപ്പറേഷൻ വന്നതായിട്ടാണ് തോന്നുന്നത്. കാരണം ഇവിടെ ടെമ്പറൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അത് ഞാൻ ഫുള്ളി എൻഡായി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സിറ്റുവേഷൻ ഇപ്പോൾ ലേശം നിങ്ങളുടെ പേഴ്സൺ ഒന്ന് മാറി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ നിങ്ങൾ തമ്മിലുണ്ട് എന്ന രീതിക്ക് പറയാം. നിങ്ങളുടെ പേഴ്സണിൻ്റെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലേശം ഈഗോ വന്നിട്ടുണ്ടാവും ഇടയിൽ. ഓക്കെ, ഒരു ചെറിയ സെപ്പറേഷൻ്റെ ഫീലാണ് എനിക്കിപ്പോൾ വരുന്നത് നിങ്ങൾ തമ്മിൽ. ഇത് അവരുടെ ഫീലിങ്സ് നിങ്ങളോട് എന്താണ് നോക്കാം. ഓക്കെ, ഏസ് ഓഫ് കപ്സ് ആണ് ഇവിടെ, സ്റ്റാർ ആണ്. ഓ മൈ ഗോഡ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ അവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹത്തിൻ്റെ ഫീലിങ്സ് ആണുള്ളത്. ഓക്കെ, നിങ്ങളടുത്ത് സെപ്പറേഷൻ ആയിട്ട് നിന്നാലും ശരി, എന്തുണ്ടെങ്കിലും ശരി, അവർക്ക് നിങ്ങളോട് വളരെയധികം സ്ട്രോങ് ഫീലിങ്സ് ആണ് കാണുന്നത്. ഏസ് ഓഫ് കപ്സ് ആണ് ആൻഡ് സ്റ്റാർ കാർഡ് ഉണ്ട്. സോ അവർക്ക് ഒരു പ്രതീക്ഷ ഉണ്ട് എന്ന് പറയാം. നിങ്ങൾ അവർ ആഗ്രഹമാണ് എന്നൊക്കെ പറയാം. ഓക്കെ, നമ്മുടെ ഒരു വിഷാണ് നമ്മൾ പറയില്ലേ, എന്താണ് നിങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് ചോദിച്ചാൽ അവർ നിങ്ങളെ ചൂണ്ടിക്കാണിക്കും. ആ രീതിക്കാണ്. അപ്പോൾ അവർക്ക് ഒരു സ്റ്റാർ കാർഡായിട്ട് നിങ്ങൾ അവിടെ ഉണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളോട് ഫീലിങ്സ് വൈസ് അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ്. ഇപ്പം നിങ്ങൾ തമ്മിൽ സെപ്പറേഷനോ എൻഡിങ്ങോ എന്ത് തന്നെ ആയാലും ശരി, അവരുടെ മനസ്സിൽ അവർ നിങ്ങളെക്കുറിച്ച് ഫീലിങ്സ് ഇപ്പോഴും ഉണ്ട് അവർക്ക്. ഓക്കെ, ഇതിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു അകൽച്ച വന്നത്? 8 ഓഫ് കപ്സ്, വാക്കിംഗ് അവേ, ടെമ്പറൻസ്. ഓക്കെ, വീണ്ടും വന്നു. ഓക്കെ, 8 ഓഫ് കപ്സ് നമ്മൾ വാക്കിംഗ് അവേ ആണ് പറയുക, ഒരു കാര്യം വിട്ട് മാറി പോകുന്നതായിട്ട്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒന്ന് മാറിപ്പോയിട്ടുണ്ടാവും. ബാലൻസ് വെക്കാൻ പറ്റാണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ തമ്മിൽ ഈ സിറ്റുവേഷനെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ. ഓക്കെ, ദേ വന്നു. എന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലെടുത്തത്. എന്തുകൊണ്ടാണ് അവർക്ക് എന്താണ് അവർ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ കാർഡ് ടെമ്പറൻസ് എന്താണെന്ന് നോക്കുമ്പോൾ ഹൈ പ്രീസ്റ്റസ് ഉണ്ട് ഇവിടെ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ആണ്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ വേറെ ആരോ ഉണ്ട് എന്തായാലും ഇടയിൽ. ഓക്കെ, നമ്മൾ ചോദിച്ചതും അതാണ്, ആരെങ്കിലും ഉണ്ടോ ഇടയിൽ, വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്ന്. എന്താണ് ഹൈ പ്രീസ്റ്റസ് ഇവിടെ? 5 പെന്റിക്കിൾസ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെക്കുന്നത്. ഹാങ്മാൻ, ചാരിയറ്റ്. ഓക്കെ, 2 ഓഫ് വൺസ്. അവർക്ക് ഫാമിലി, അവർ മാരീഡ് സിറ്റുവേഷൻ ആയിരിക്കാം. കാരണം ഇവിടെ ഓൾറെഡി നമ്മൾ എംപറർ വന്നപ്പോൾ തന്നെ നമുക്കതൊരു ഇൻഡിക്കേഷൻ ആയിരുന്നു. അവർ മാരീഡ് ആയിരിക്കാം ഓൾറെഡി. ഓക്കെ, മാരീഡ് സിറ്റുവേഷൻ ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അല്ലെങ്കിൽ ഫാമിലി ആണെന്ന് എടുത്തോളൂ, കുഴപ്പമില്ല. പാരൻസ് എന്ന രീതിക്ക് നമുക്കിവിടെ പറയാം. പാരൻസ് ആവാം. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷനിലെ ഇടയിൽ പാരൻസ് ഉണ്ട് എന്നും പറയാം. ഓക്കെ, എല്ലാ തരത്തിലും നമുക്ക് എടുക്കാം. പക്ഷെ കൂടുതലും ഇവിടെ എനിക്ക് തേർഡ് പാർട്ടിയുടെ ഫീൽ എന്തായാലും ഉണ്ട്. മാരീഡ് ആവാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിവിടെ ഒരു ഫാമിലി പോലെയാണ്. ഇത് 5 ഓഫ് പെന്റിക്കിൾസ് ആണ്. ഒരു ഫാമിലി, ഒരു വൈഫ് ആൻഡ് ഒരു ലേഡിയും കുട്ടിയും പോലെയാണ്. അപ്പോൾ അവരെ വിട്ട് ഉപേക്ഷിക്കാൻ ഇവർക്ക് പറ്റില്ല. ഇവർ ആ സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇവരതിൽ സ്റ്റക്കാണ്. ഓക്കെ, അതായത് ഒരു കമ്മിറ്റഡ് ആണ് എന്ന് പറയാം നമുക്ക്. അവർ ആ കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ അത്ര എളുപ്പമല്ല, അത്ര ഈസി അല്ല. ഓക്കെ, അത് ഫാമിലി ആയതുകൊണ്ടായിരിക്കാം. ഓക്കെ, കട്ട് ഓഫ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറയാം. ഇവിടെ ഏസ് ഓഫ് സോർഡ്സും ഉണ്ട്. അവർക്കത് കട്ട് ഓഫ് ചെയ്യാൻ ലേശം ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ ആ സിറ്റുവേഷൻ, അതായത് അവർ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വിട്ടുമാറി വരാൻ ബുദ്ധിമുട്ടാണ്.
ഫാമിലി ആണെങ്കിലും തന്നെ മേ ബി അവർ ഒരു കമ്മിറ്റ്മെൻ്റ് അല്ലേ അത്, ഈവൻ പാരൻസ് ആണെങ്കിലും ഓക്കെ, അവരെ വാക്ക് തെറ്റിച്ച് മീൻസ് അവരെ കേൾക്കാതെ ഒന്ന് മാറി അതിൽ നിന്നൊക്കെ മാറി വരിക എന്ന് പറഞ്ഞാൽ ലേശം ടഫാണ്. അപ്പോൾ അതുകൊണ്ട് അവർ അതിൽ സ്റ്റക്കായിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. പക്ഷെ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവരൊരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവർ ഒരു തീരുമാനം അവർ ആലോചിക്കുന്നുണ്ട്, ഏതാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്, ഫാമിലിയെ ചൂസ് ചെയ്യണോ നിങ്ങളെ ചൂസ് ചെയ്യണോ, അതായത് അച്ഛനും അമ്മയാണെങ്കിലും ശരി, അല്ല വേറെ വൈഫോ ഹസ്ബൻഡോ ഫാമിലിയോ എന്ത് തന്നെയായാലും ശരി, അവർ ആ ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ അവരുടെ മൈൻഡിൽ നടക്കുന്നുണ്ട്. എന്താണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി ആരെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ആയിട്ടാണോ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക്. അവരായിട്ട് എന്തെങ്കിലും പ്രശ്നമായിട്ട്. മജീഷ്യൻ, 3 ഫോൺസ്, എംപ്രസ്. ഓക്കെ, ഇവിടെ കാണുന്നത് അഗൈൻ ഒരു മാരേജ് സിറ്റുവേഷൻ തന്നെ ആയിരിക്കാം. ഓക്കെ, മാരീഡ് പേഴ്സൺ ആയിരിക്കാം. ഒരു തരത്തിൽ പറഞ്ഞാൽ ശരിക്കും അവർ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിനെ കൺട്രോൾ ചെയ്ത് വെക്കുന്നു എന്നും പറയാം. ഓക്കെ, അവർ നിങ്ങളുടെ പേഴ്സൺ അവിടുന്ന് വിട്ടു വരാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്, എങ്ങനെയാണ് പ്ലാനിങ് ഒക്കെ ആലോചിക്കുന്നുണ്ട്. അവരുടെ സന്തോഷം എവിടെയോ നിങ്ങളാണ്. ഓക്കെ, പക്ഷേ അവർക്കൊരു തീരുമാനം എടുക്കാൻ ഇവിടെ പറ്റുന്നില്ല. അതിൽ എനിക്ക് ഒരു ഇത് കാണുന്നത് ആക്ച്വലി മജീഷ്യൻ ഉള്ളതുകൊണ്ട്, എംപ്രസും മജീഷ്യനും ഉണ്ട്. സോ എവിടെയോ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആണെങ്കിലും ശരിയല്ല, വേറെ തേർഡ് പാർട്ടി വേറെ ആരെങ്കിലും ആണെങ്കിലും ശരി, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ്, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വേറെ തേർഡ് പാർട്ടി ആണ് എന്ന രീതിക്ക് ഉണ്ടെങ്കിലും ശരി, ഇവിടെ എവിടെയോ അവരൊരു ചിലത് എന്തെങ്കിലും അട്രാക്ട് ചെയ്ത് വെക്കാനുള്ളത് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളുടെ പേഴ്സണിനെ. ഓക്കെ, അതായത് അവർ കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ട് എന്ന രീതിയിൽ പറയാം. ഒരു തീരുമാനം എടുക്കാൻ നിങ്ങളുടെ പേഴ്സണിന് സാധിക്കുന്നില്ല, അതിൽ നിന്ന് വിട്ടു മാറി വരാൻ സാധിക്കുന്നില്ല. ഓക്കെ, അത് ചിലപ്പോൾ മജീഷ്യൻ കാർഡ് ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ തേർഡ് പാർട്ടി ആണത് മുടക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ പേഴ്സൺ അവിടുന്ന് വിട്ടു മാറി വരാൻ ശ്രമിച്ചാലും അത് നടക്കാത്തത് ഈ തേർഡ് പാർട്ടിയുടെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് കൊണ്ടാണ് എന്ന് തന്നെ പറയണം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ശരിക്കും ഫീലിങ്സ് നിങ്ങളോടാണ്. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 2 ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട് ഇവിടെ. അപ്പം നിങ്ങളുടെ പേഴ്സണ് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, തീരുമാനം എടുക്കാൻ ഒട്ടും പറ്റുന്നില്ല. കാരണം തേർഡ് പാർട്ടി അവരെ സ്ട്രോങ് ആയിട്ട് കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ട് എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവരെ ഫീലിങ്സ് നിങ്ങളോടാണ്. കിങ് ഓഫ് കപ്സ് ആണ് നിങ്ങളോടാണ്. ഓക്കെ, പക്ഷേ അതിൻ്റെ ഇടയിൽ ഡെവിൾ കാർഡാണ്. ഡെവിൾ കാർഡ് ഇത് 6 ഓഫ് കപ്സ് നമ്മൾ മിസ്സിങ് എനർജി എന്ന് പറയും, പക്ഷെ ഇത് ഫാമിലി എന്നും നമുക്ക് എടുക്കാം. ഓക്കെ, അവർ ഓൾറെഡി ഏതെങ്കിലും കുട്ടികളോ ഫാമിലിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യമായിട്ട് എടുക്കാം. അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഇടയിൽ തടസ്സമായിട്ട് കാണുന്നത് കണ്ടോ, ഡെവിളായിട്ട് കാണുന്നുണ്ട്. സോ ഡെവിൾ ആൻഡ് മജീഷ്യനൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വേറെ തേർഡ് പാർട്ടി ഉള്ളവർ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരരുത് എന്ന രീതിയിൽ അവരെ കൺഫ്യൂസ് ചെയ്ത് വെക്കുന്നുണ്ട്, അവരെ പെടുത്തി വെക്കുന്നുണ്ട്, അവരെ പലതരത്തിലും കൺട്രോൾ ചെയ്ത് വെക്കുന്നു എന്ന് തന്നെയാണ്. അതിപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ആവാം. ഓക്കെ, നിങ്ങളുടെ തേർഡ് പാർട്ടി കുറിച്ച് നിങ്ങളെ അറിയോ എന്നുള്ള വേണമെങ്കിൽ നാളെ എടുക്കാം റീഡിങ്. ഓക്കെ, അവരറിഞ്ഞിട്ടായാലും അറിയാതെ ആയാലും അവർ പേഴ്സണിനെ മാക്സിമം അവരെ വിടാതെ പിടിച്ച് വെക്കുന്നുണ്ട്. ഓക്കെ, പറ്റുന്നില്ല, നിങ്ങളുടെ പേഴ്സൺ അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നില്ല. അത് ചിലപ്പോൾ ഇവർ വലുതും ചെയ്ത് പേഴ്സൺ അവരുടെ കൺട്രോളിൽ നിൽക്കണം എന്ന രീതിക്ക് അവർ ചെയ്തിട്ടുണ്ടാവാം. ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ പേഴ്സണിന്, അതാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മേ ബി ഫൈനാൻഷ്യൽ ഇതുണ്ടാവാം, ഫൈനാൻഷ്യൽ കോൺസ്ട്രെയിൻസ് ഉണ്ടാവാം. അതായത് ഫൈനാൻഷ്യലി അവരവിടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കമ്മിറ്റഡ് ആണെങ്കിൽ നമ്മൾ അവിടെ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ അവരിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളായിരിക്കാം, അങ്ങനെയായിരിക്കാം പഠിത്തി വെക്കുന്നത്. അല്ലെങ്കിൽ ചിലവർക്ക് ജസ്റ്റ് ഇമോഷണൽ ബ്ലാക്ക് മെയിലും ഉണ്ടായിരിക്കാം. ഓക്കെ, ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്ത്, അതായത് നമ്മൾ സ്നേഹത്തിൻ്റെ പേരിലോ എന്ത് തന്നെ പേരിലായാലും, കുട്ടികളുടെ പേരിലോ ഫാമിലിയുടെ പേരിലോ ഒക്കെ ചിലപ്പോൾ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ഉണ്ടാവാം. മനസ്സിനെ കോൺഫ്ലിക്റ്റ് ആക്കി വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണിന് ഒരു തീരുമാനം എടുത്ത് ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല. കാരണം കമ്മിറ്റഡ് ആണ്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ മാരേജ്, അല്ലെങ്കിൽ ഈവൻ ഫാമിലി ആയാലും ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് ആൾക്ക്. ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവാം, ഫൈനാൻഷ്യലി അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവൻ ടേക്ക് എന്തെങ്കിലും ഉണ്ടാവാം, ആ കാര്യങ്ങളുണ്ടായിരിക്കും. അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും തേർഡ് പാർട്ടി ഉണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ട് എന്ന് തന്നെയാണ്. അവർ എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, വളരെ ഹൈ പോസിബിലിറ്റിയാണ്. നിങ്ങളുടെ പേഴ്സൺ പ്രാർത്ഥിക്കുന്നുണ്ടാവും, വേറൊന്നും വേണ്ടല്ലോ, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് അവരെ കൂടെ തന്നെ നിൽക്കണം എന്ന രീതിക്ക് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഉറച്ചൊരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല അവിടെ.
ഓക്കെ. അപ്പോൾ അത് ഇനി ദൈവമായിട്ട് തന്നെ ആക്ച്വലി ഇടയിൽ ഒരു ജഡ്ജ്മെന്റ് കാർഡ് ഞാൻ കണ്ടിരുന്നു ഇവിടെ. യെസ്, ബോട്ടം ഓഫ് ദ ഡെക്കിൽ ഇവിടെ ഹെർമിറ്റും ജഡ്ജ്മെന്റും ആയിരുന്നു, ജസ്റ്റിസും ഉണ്ട്. അപ്പോൾ ഇവിടെ ഐ തിങ്ക് യൂണിവേഴ്സായിട്ട് തന്നെ ഇനി ഒരു ജഡ്ജ്മെന്റ് കൊണ്ടുവരും. ഓക്കെ, യൂണിവേഴ്സായിട്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് ചിലത് മനസ്സിലാക്കാനുണ്ടാവും, ചിലത് പഠിക്കാനുണ്ടാവും. ആക്ച്വലി നിങ്ങളോടും പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. ഓക്കെ, യൂണിവേഴ്സിന്റെ ന്യായത്തിന് നിങ്ങൾ വിട്ടുകൊടുക്കുക. യൂണിവേഴ്സ് തീരുമാനിക്കട്ടെ. ഓക്കെ, എന്താണ് നടക്കേണ്ടത് എന്നുള്ളത്. നിങ്ങൾ കുറച്ചുകൂടി മേ ബി നിങ്ങൾ ഒന്ന് വിട്ടുമാറി നിൽക്കുക, സിറ്റുവേഷനിൽ സാഹചര്യത്തിൽ നിന്ന് ഒന്ന് വിട്ടുമാറി നിന്ന് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. ഓക്കെ, ജഡ്ജ്മെന്റ് യൂണിവേഴ്സായിട്ട് ചെയ്യട്ടെ എന്ന് വെക്കാം. നിങ്ങൾ ഫോഴ്സ് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. നിങ്ങൾ ഫോഴ്സ് ചെയ്യാൻ പോയാൽ പേഴ്സണിന് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, പക്ഷേ സാഹചര്യം അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അവർ ചില കാര്യങ്ങളൊക്കെ മാറി വരാനുണ്ട് അല്ലേ, കർമ്മ നമ്മുടെ അതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് കഴിയട്ടെ. നിങ്ങൾ കുറച്ച് മെഡിറ്റേഷനോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് നിങ്ങൾ ശാന്തമായിട്ടിരിക്കും. ഫീനിക്സ്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ. സൺ, നമ്മൾ വീണ്ടും നേരത്തെയും സൺ കാർഡ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളാണ് അവരുടെ സന്തോഷം. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷം വരും എന്നും പറയാം. പ്ലെയിൻ. ഓക്കെ, ജേർണി. ഗുഡ്. പേഷ്യൻസ് ആൻഡ് ഔൾ. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഫിനിക്സ് പറയുന്നത് ആൻഡ് സൺ, നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡ് ആയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം വന്ന ഡെത്ത് കാർഡായിരുന്നു. സോ എൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ അത് റിന്യൂ ആവും എന്നാണ്, ഒരു റീബർത്ത് വരുമെന്നാണ്. ഡെത്തും നമ്മൾ പറയുന്നത് അത് തന്നെയാണ്, ഒരു റീബർത്തിന്റെ കാര്യമാണ്. ഇപ്പോഴെങ്കിലും എൻഡിങ് ഉണ്ടെങ്കിൽ തന്നെ ചില കാര്യങ്ങൾ റീബർത്ത് ആവാനുണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു റിന്യൂവൽ നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും. ആൻഡ് സൺ, ഓപ്പൺ യുവർ ഹാർട്ട് ടു എനോർമസ് ബ്ലെസ്സിങ്സ്. നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വരാൻ പോകുന്നു. നമുക്ക് നേരത്തെ ടാരോന്നും കിട്ടി, സൺ കാർഡ് ഇവിടെയും വന്നു. സോ ഡബിൾ കൺഫർമേഷൻ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരും, സമാധാനം വരും നിങ്ങളുടെ ലൈഫിൽ. ആക്ച്വലി മീറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഇവിടെ. നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ അവർ നിങ്ങളെ കാണാൻ വരും, അല്ലെങ്കിൽ നിങ്ങൾ അവരെ കാണാൻ പോകും. എന്ത് തന്നെയായാലും ശരി, ഐ തിങ്ക് ഒരു മീറ്റിംഗ് പ്ലാൻ ഉണ്ട്. ഓക്കെ, ജേർണി ഈസ് ഇൻഡിക്കേറ്റഡ് either ഫിസിക്കലി ഓർ മെറ്റഫോറിക്കലി. യുവർ ലൈഫ് വിൽ ബിക്കം മോർ ഫുൾ. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ലൈഫ് ജേർണിയുടെ കാര്യമായിരിക്കാം, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്ന പോലെയോ ആയിരിക്കാം. ഓക്കെ, ചിലവർക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ രീതിക്ക് പേഷ്യൻസ് പക്ഷെ വേണം. ഓക്കെ, ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യം നിങ്ങൾ ക്ഷമയാണ്. ഓക്കെ, സ്ലോ ഡൗൺ, ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ക്ലിയർ യുവർ മൈൻഡ്. നിങ്ങൾ ക്ഷമയോടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുക. ഓക്കെ, ഒരുപാട് എടുത്തു പിടിച്ചിപ്പോൾ എത്രയും വേഗം കാര്യങ്ങൾ മുന്നോട്ട് നടക്കണം എന്ന് പറഞ്ഞാലൊന്നും നടക്കില്ല. അത് കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാക്കുകയുള്ളൂ. സോ നിങ്ങൾ മെല്ലെ കാര്യങ്ങൾ ചെയ്യുക, സമാധാനമായിട്ട് വിടുക. ഓക്കെ, കുറേയൊക്കെ നമ്മൾ യൂണിവേഴ്സിൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുക, സറണ്ടർ ചെയ്യുക. ഈ ജഡ്ജ്മെന്റ് യൂണിവേഴ്സ് ചെയ്യട്ടെ. ഓക്കെ, ആൻഡ് ഔൾ, ദർ ആർ സ്പിരിച്വൽ മെസ്സേജസ് ആൻഡ് ഗ്രേറ്റ് വിസ്ഡം ടു ബി ഫൗണ്ട് ഡ്യൂറിങ് ദിസ് പീരീഡ് ഓഫ് ട്രാൻസിഷൻ. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ സമയം കൂടിയാണിത്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എന്തെങ്കിലുമൊക്കെ ഗോ ത്രൂ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിലൊരു ചെറിയ പ്രശ്നങ്ങളോ അവർ ഡിസിഷൻ എടുക്കാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ കൂടി ചില മാറ്റം വരേണ്ട സമയമാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ ഒരു സമയമാണ്. ഓക്കെ, നിങ്ങൾ സ്പിരിച്വൽ വിസ്ഡം നിങ്ങൾക്ക് കിട്ടുന്ന സമയമാണ്. നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കൂടുതൽ കണക്ട് ആവുക. അതിനാണ് നമ്മൾ നേരത്തെ ഹെർമിറ്റ് കാർഡ് ഞാൻ പറഞ്ഞു, നിങ്ങൾ അവനവനിലേക്ക് നോക്കി തുടങ്ങാം. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ കാര്യത്തിൽ എന്താ നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കാം. നമുക്ക് വേറെ വ്യക്തിയെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. ഐ തിങ്ക് ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ പറയുന്നുണ്ട്, വേറെ വ്യക്തിയെ നമുക്ക് മാറ്റാനോ അവരുടെ സിറ്റുവേഷനിൽ നമുക്ക് കടക്കൈ കടത്തിയിട്ട് ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളത് ചെയ്യാൻ പോയാലേ ചിലപ്പോൾ അത് കൂടുതൽ നെഗറ്റീവ് അടിക്കുകയുള്ളൂ. അപ്പോൾ അത് വിട്ടേക്കുക, അതിനെ യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്ത് വിടുക. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അവനവനിലേക്ക് നോക്കുക, സ്പിരിച്വൽ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഗൈഡൻസ് അവിടെ നിന്ന് കിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, സോ ഈ സിറ്റുവേഷൻ പക്ഷേ ബെറ്റർ ആവും എന്തായാലും. ഐ തിങ്ക് ഇവിടെ റിന്യൂവൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. വെരി ഗുഡ്. നിങ്ങളുടെ ഗ്രോത്ത് ആയാലും ശരി, നിങ്ങൾ അവനവൻ്റെ ഗ്രോത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, റിലേഷൻഷിപ്പ് വന്നോലും ശരിയായിക്കോളും. പക്ഷെ അതിന് മുമ്പ് ഐ തിങ്ക് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ച് ചെയ്യാനുണ്ട്. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.